സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോഴേ ഇവിടുത്തെ ആരും മലയാളം തമിഴ് പത്രങ്ങൾ ദിവസവും റെഫർ ചെയ്യാറുണ്ട്. ആദ്യം കയ്യിൽ കിട്ടുന്നത് ഏതോ, തമിഴാണെങ്കിൽ തമിഴ്, മലയാളമാണെങ്കിൽ മലയാളം. കാരണം ഇവിടുത്തെ ഒരു 80% പേർക്കും രണ്ട് ഭാഷയും പറയാനും വായിക്കാനും കൈകാര്യം ചെയ്യാനും അറിയാമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു തമിഴ് പത്രം റെഫർ ചെയ്തപ്പോൾ അതിലൊരു ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ഒരു വാർത്ത കണ്ടു. മലയാള പത്രങ്ങളിലും ഇതിൽ ബോക്സ് ന്യൂസായിട്ട് വന്നു എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. അതായത് ബോംബെക്കാരനായ ഒരു പിച്ചക്കാരന് കോടികളുടെ ആസ്തി കണ്ടെത്തിയിരിക്കുന്നു. ഇന്നും അയാൾ പിച്ച എടുപ്പ് തുടരുകയാണ്. മക്കളൊക്കെ നല്ല നിലയിൽ കഴിയുന്നു. അപ്പോൾ ഇവിടെ അനുബന്ധമായി ഞാനൊന്ന് ചിന്തിച്ചു പോവുകയാണ്. പണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു പിച്ചക്കാരൻ ഒരു മിന്നൽ പര്യടനം നടത്തുകയുണ്ടായി. അപ്പോൾ അന്ന് പറഞ്ഞു കേട്ടതാണ്, അയാൾ 5 രൂപയിൽ കുറഞ്ഞ് വാങ്ങില്ല പോലും. കാരണം 1-2 രൂപയുടെ തുട്ടുകൾ കൊടുത്ത വീട്ടമ്മമാർക്ക് അത് നിങ്ങൾ തന്നെ വെച്ചോ, കാരണം 5 രൂപയിൽ കുറഞ്ഞ് എന്താണ് 1-2 രൂപ കൊണ്ട് നേടാനുള്ളത് എന്നൊരു കമൻറ്റും പാസ്സാക്കി അവൻ നീങ്ങി പോയതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇത് ഒരു ധാരാളം പേരിത് ഈ അഭിപ്രായം അന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിൽ വാസ്തവമുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ചൊല്ലുണ്ട്, ഏറ്റവും മുകൾ തട്ടിലുള്ള, ഇപ്പോൾ ടാറ്റ, ബിർല, ബിൽഗേറ്റ്സ് തുടങ്ങിയവർക്ക് ഇവിടെ ജീവിക്കാം, അല്ലെങ്കിൽ പിച്ചക്കാരുടെ ലെവലിലുള്ളവർക്കും ജീവിക്കാം. എന്നെയും നിങ്ങളെയും പോലുള്ള മധ്യവർത്തി കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ പെട്ടവർക്കാണ് ജീവിക്കാൻ ഇന്ന് ബുദ്ധിമുട്ട്. കാരണം ഒരു കാശ് തണ്ടാൻ അഭിമാനം ഞങ്ങളെ ഈ മധ്യവർത്തികളെ അനുവദിക്കുന്നില്ല. അപ്പോൾ ജീവിതം തന്നെ പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നാണ് ഈ മധ്യവിഭാഗം ജീവിതം തള്ളി നീക്കുന്നത്. അപ്പോൾ ഒരു പിച്ചക്കാരന്, ഈ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു പിച്ചക്കാരന് ഇത്രയും കോടികളുടെ ആസ്തി ഉണ്ടായിരിക്കുന്നു. അവന് ടാക്സും കൊടുക്കണ്ട. അപ്പോൾ അവനും പറയുന്നത്, ഞാനും അധ്വാനിക്കുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈനീട്ടി പിച്ച തെണ്ടുന്നു. അതും ഒരു അധ്വാനമായിട്ടാണ് അവൻ കണക്കാക്കുന്നത്. മറ്റൊരു കോണിൽ നോക്കുമ്പോൾ അതും അധ്വാനം തന്നെയാണ്, അതൊരു മാൻ പവർ തന്നെയാണ്. അപ്പോൾ ഇന്ന് മുമ്പൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് ഓർമ്മിക്കുകയാണ്. അതായത് ഒരു ബാങ്ക് മാനേജർ ഒരു പിച്ചക്കാരൻ്റെ ഡ്രസ് കോഡുള്ള ഒരു മുഷിഞ്ഞ് വൃത്തികെട്ട ഒരു വേഷമിട്ട ഒരു ചാക്കുകെട്ടുമായിട്ടുള്ള ഒരു പിച്ചക്കാരനുമായി ഒരു റോഡോരം നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ മാനേജരോട് അദ്ദേഹത്തെക്കാളും പ്രായമുള്ള ഒരു വ്യക്തി വണങ്ങി ചോദിക്കുകയാണ്, നിങ്ങൾ ആ പിച്ചക്കാരനുമായി സാറ് എന്താണ് സംസാരിച്ചത്, എന്താണ് ബന്ധമെന്ന്. അപ്പോൾ മാനേജർ പറയുകയാണ്, അടുത്തൊരു ബോക്സിലെ കാർട്ടൂണിസ്റ്റ് ആ ഉത്തരം എഴുതിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഡെപ്പോസിറ്റ് ഒന്നും ഇയാൾ അധികം ബാങ്കിൽ തരാറില്ല. മുമ്പൊരു വലിയ സംഖ്യ ഡെപ്പോസിറ്റ് ഇട്ടിരുന്നു. അപ്പോൾ പുതിയ ഡെപ്പോസിറ്റിന് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ നടത്തിയതെന്ന്. ശരിയാണ്. ഇപ്പോൾ കാർട്ടൂൺ അതിശയോക്തിയുടെ കലയാണെങ്കിൽ പോലും അതിൽ വാസ്തവം ഇല്ലാതല്ല. ഒരു സിനിമ സീക്വൻസ് കൂടെ ഇവിടെ ആലോചിക്കുകയാണ്. അതായത് ഒരു ലക്ഷറി കാറ് കിടക്കുന്നു, അതിൽ 2-3 പേര് ചാരി നിൽക്കുകയാണ്. അപ്പോൾ കാറിൻ്റെ ഡ്രൈവർ വരുന്നു, ഒന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഡ്രൈവർ ഒഴിച്ചാരും അവിടെ പുതുതായി ഈ കാറിൻ്റെ ഉടമസ്ഥൻ എന്ന നിലയിലാരെയും കാണുന്നില്ല. ഡ്രൈവർ വാതിൽ തുറക്കുന്നു, കാറിൻ്റെ വാതിൽ തുറക്കുന്നു. പക്ഷേ ആ സമയത്ത്
ഒരു പിച്ചക്കാരൻ്റെ ഡ്രസ് കോഡിലെ ആ പരിസരത്ത് നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഡോറ് ഡ്രൈവർ തുറന്നതും ആ പിച്ചക്കാരനകത്ത് കിടക്കുന്നു. കാറിനകത്ത് കയറുന്നു. കാറ് ഓടിച്ചു പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പൊരു ഡയലോഗ് കൂടെ ഉണ്ട്. ആ പിച്ചക്കാരൻ തന്നെ കാറിൽ ചാരി നിൽക്കുന്നവരോട് ഒന്ന് മാറുക എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു സിനിമാ സീക്വൻസാണ്. പ്രേക്ഷകരെ കുടുകൂടെ ചിരിപ്പിച്ചൊരു സീക്വൻസ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ പിച്ചക്കാരൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഈ കാർട്ടൂണിലും ഈ സിനിമയിലുമൊക്കെ വിവരിച്ച സന്ദർഭങ്ങൾ തീർത്തും യഥാർത്ഥ ജീവിതത്തിലും നടക്കാൻ സാധ്യതയുള്ളതാണ്. ജാഗ്രത സുഹൃത്തുക്കളെ, പിച്ചക്കാരന്മാരെ ജാഗ്രതയോടെ കാണുക. ഇനി നിങ്ങളുടെ മുമ്പിൽ വരുന്ന പിച്ചക്കാരനോട് അവൻ്റെ ആസ്തിയെക്കുറിച്ച് ചോദിക്കുക. നന്ദി, നമസ്കാരം.